നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിക്കാണ്. നിങ്ങൾ തപ്നയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഈ പി സി ഗെയിംസ് ഇല്ലേ, വലിയ വലിയ സ്പെക്കുള്ള പി സികളിൽ കളിക്കാൻ മാത്രം പറ്റുന്ന പി സി ഗെയിംസൊക്കെ നമുക്ക് ചെറിയ സ്പെക്കുള്ള ലാപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൊക്കെ എങ്ങനെ കളിക്കാം എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും GTA 5 ആണ് എല്ലാവരും കൂടുതൽ നോക്കുന്നത്. എല്ലാവർക്കും കളിക്കാൻ കൂടുതൽ താല്പര്യം GTA 5 ആണ്. അപ്പം ഈ ഗെയിം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ്, ആൻഡ്രോയിഡിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. പക്ഷേ അതിൽ ഒരു 90% വീഡിയോസും ഫേക്കാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൽ റോക്ക് സ്റ്റാർ ഗെയിമേഴ്സ് ഈ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 എന്ന് പറയുന്ന ഗെയിം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്നാൽ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ GTA 5 കളിക്കാൻ പോകുന്നത്, ഈ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നോക്കുന്നത് ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ, ഈ ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് നടത്തുന്ന കമ്പനികളുണ്ടാവും, അവർക്കൊരു സെർവർ ഉണ്ടാവും. ആ സെർവറിൽ എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിച്ചു, ഒരു പി സിയിൽ അവർ ഈ GTA 5 അതുപോലെ തന്നെ ഉള്ള farcry 3, കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ പലതരത്തിലുള്ള ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ വെബ്സൈറ്റുകൾ അഥവാ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കയറുമ്പോൾ നമുക്ക് ഈ ഗെയിമുകൾ കളിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് കൺട്രോളുകൾ കൊടുക്കാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് പ്രവർത്തിക്കും. ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച സെർവറിൽ. അപ്പം ഈ സെർവർ നമ്മളിവിടെ നിന്ന് കൊടുക്കുന്ന കൺട്രോളുകൾ മാത്രമായിരിക്കും അത് അവിടുത്തെ പി സിയിലായിരിക്കും വർക്കാവുന്നത്. അവിടുത്തെ പി സിയിലെ മോണിറ്ററിൽ കാണുന്ന വീഡിയോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കാണാം. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇവരുടെ വെബ്സൈറ്റിൽ ഇരുന്ന് കളിക്കുന്ന ടൈമിൽ നമുക്ക് റിയലായിട്ട് ഇരുന്ന് ഗെയിം കളിക്കുന്ന അതേ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. അപ്പോൾ ഇതാണ് ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പിങ്ങാണ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വരുന്ന സെർവറുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിന് പുറത്തായിരിക്കും. ചൈനയിലോ ജപ്പാനിലോ അമേരിക്കയിലോ വല്ലോ ആയിരിക്കും ഈ സെർവറുകൾ വരുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ ഫോർവേഡ് കീ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളൊരു നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോർവേഡ് കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഗെയിമിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് എന്താ പ്രശ്നം എന്ന് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെർവറും ഗെയിമറും തമ്മിലിരിക്കുന്ന ആ ദൂരത്തിൻ്റെ വ്യത്യാസവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് വഴി നമ്മൾ ഗെയിം കളിക്കുമ്പോഴുണ്ടാവാറുണ്ട്, പ്രധാനമായും പിങ്ങിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസ്റ്റൻസ്, ഇപ്പോൾ സെർവറും അതുപോലെ തന്നെ പ്ലെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ പിങ് കൂടാൻ സാധ്യതയുണ്ടെന്ന്. അതിനുവേണ്ടി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെയുള്ള സെർവറുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു പുതിയ സെർവർ വന്നേക്കുമായിരുന്നു, ദ ഇന്ത്യൻ ഗെയിമിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്ന സെർവർ. അതൊരു കമ്പനിയാണ്. ഈ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സെർവർ ആക്കിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് പിങ് കുറവായിരിക്കും ഗെയിം കളിക്കാൻ. ദ ഇന്ത്യൻ ഗെയിമിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ക്ലൗഡ് സർവീസിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാപ്പിലൂടെ നമുക്ക് ക്രോം വഴി ഉപയോഗിക്കാം. അങ്ങനെ നമുക്കുള്ള GTA 5 അതുപോലെയുള്ള എല്ലാ പി സി ഗെയിമുകളും നമുക്ക് ഈ വെബ്സൈറ്റ് വരെ കളിക്കും. ഇതിന് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ പേര് ഇന്ത്യൻ ഗെയിമിംഗ് പ്രോജക്റ്റ് എന്ന് തന്നെയാണ്. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കയറി നോക്കുക, കളിച്ച് നോക്കുക. അപ്പം ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം. നമുക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ഗെയിം കളിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു 10 Mbps ഫാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഗെയിമിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് ഡെവലപ്മെൻറ്റിലായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാകും. പക്ഷേ അതൊന്നും പെട്ടെന്ന് തന്നെ ശരിയാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ അവരെല്ലാം ശരിയാക്കി നമുക്ക് 2-3 മാസത്തിനുള്ളിൽ തന്നെ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ ഗെയിംസും ഫ്രീ ആയിട്ടൊന്നും കളിക്കാൻ സാധിക്കത്തില്ല. ഇത് പെയ്ഡ് ഗെയിംസാണ് ഫുള്ള് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ആകെ കുറച്ച് ഗെയിംസ് മാത്രം ഫ്രീ ആയിട്ട് തരും. അതിനകത്ത് GTA 5 ആദ്യമില്ല. ആ ഗെയിംസ് നമ്മൾ ഒരു 6 മണിക്കൂർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാം, പിന്നെ എല്ലാം പെയ്ഡാകും. ഇതിൻ്റെ പ്ലാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 199 രൂപയ്ക്ക് നമുക്ക് ഒരു മാസത്തേക്ക് 20 മണിക്കൂർ ഗെയിംസ് കളിക്കാൻ സാധിക്കും. ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന GTA 5 ഉണ്ട്, വാച്ച് ഡോഗ്സ് ഉണ്ട്, അതുപോലെ farcry 3 ഉണ്ട്, അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അതിലും നല്ലൊരു പ്ലാൻ എന്ന് പറയുന്നത് 500 രൂപയ്ക്ക് നമുക്ക് മാസം അൺലിമിറ്റഡ് എത്ര മണിക്കൂർ വേണമെങ്കിലും എന്ന് ഗെയിം കളിക്കാൻ സാധിക്കും. അതിലും നല്ലൊരു പ്ലാനാണ് 499 രൂപേൻ്റെ ഒരു പ്ലാൻ. ആ പ്ലാൻ ഉപയോഗിച്ച് നമുക്ക് മാസം എത്ര മണിക്കൂർ വേണമെങ്കിലും ഗെയിം കളിക്കാൻ സാധിക്കും. അത് നല്ലൊരു പ്ലാനാണ്. അതുപോലെ തന്നെ ഭയങ്കര ടൈറ്റ് ബഡ്ജറ്റ് ആണെങ്കിലും ഒരു 25 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും ഗെയിം കളിക്കാൻ സാധിക്കും.
നല്ല കാര്യം തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 25 രൂപ പേ ചെയ്തിട്ടൊന്ന് കളിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 500 രൂപ മുടക്കി മാസം എത്ര നേരം വേണമെങ്കിലും കളിക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാം. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് ഈ ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് ഫോണിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്നും ഗെയിമിംഗ് PC ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പോൾ ഫോണിലാണെങ്കിലും അതുപോലെ ചെറിയ ലാപ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് വലിയ സ്പെക്കൊന്നും ഇല്ലാത്ത ലാപ്പിലാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ നല്ല നല്ല ഗെയിമുകൾ കളിക്കാൻ സ്മൂത്തായിട്ട് നല്ലൊരു സംവിധാനമാണ് ഈ ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും സ്റ്റീം, എപ്പിക് ഗെയിംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള ഗെയിംസൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അഥവാ ആപ്ലിക്കേഷൻസാണ് ഈ സ്റ്റീം, അതുപോലെ തന്നെ എപ്പിക് ഗെയിംസ് എന്ന് പറയുന്നത്. ഇതുവഴി നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഫ്രീ ആയിട്ട് വന്നതോ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചതായിട്ടുള്ള GTA 5 ഉള്ള ഗെയിമുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ സാധിക്കുകയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്താൽ. അപ്പോൾ നമ്മൾ വേറെ പേ ചെയ്യുകയൊന്നും വേണ്ട. ഇപ്പോൾ GTA 5 ഒക്കെ നിങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല ഗെയിമിംഗ് PC ഇല്ലെങ്കിലും നല്ലപോലെ ഗെയിംസൊക്കെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊന്നും കളിക്കാനുള്ള ഒരു സാഹചര്യമാണ്, പുതിയൊരു സംവിധാനമാണ് ഈ ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഒരു 25 രൂപയ്ക്ക് ഒരു 1 ഹവറിലേക്ക് ഒന്ന് കളിച്ച് നോക്കുക എങ്ങനെയുണ്ട്, ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കേണ്ട. അടുത്തൊരു അധ്യായത്തിൽ അടിപൊളി കണ്ടന്റുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.